സഹകരണ ബാങ്ക് വായ്പയുടെ പേരിൽ വീടുകൾ ജപ്തി ചെയ്യരുതെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് പാഴ്വാക്കായി. പത്തനംതിട്ടയിൽ വീട് ജപ്തി ചെയ്ത് വൃദ്ധ ദമ്പതികളെ പെരുവഴിയിലാക്കി. ശാരീരിക അവശതകളുള്ള ദമ്പതികൾ വീട്ടുമുറ്റത്താണ് അന്തിയുറങ്ങിയത്. CPM ഭരിക്കുന്ന തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് വീട് ജപ്തി ചെയ്തത്. ഈ റിപ്പോർട്ടോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. ലാസ്റ്റ് എഡിഷൻ ഒരിടവേളയ്ക്ക് ശേഷം. നമസ്തേ. പത്തനംതിട്ട വായ്പൂർ സ്വദേശികളായ ജനാർദ്ദനൻ, വിജയമ്മ എന്നിവരാണ് ജപ്തി നടപടിയിൽ പെരുവഴിയിലായത്. ജനാർദ്ദനന് 84 വയസ്സും വിജയമ്മയ്ക്ക് 70 വയസ്സുമാണ് പ്രായം. ഇന്നലെ ഉച്ചയോടെയാണ് വീട് ജപ്തി ചെയ്ത് ഇരുവരെയും തിരുവല്ല ഈസ്റ്റ് കോർപ്പറേറ്റീവ് ബാങ്ക് പെരുവഴിയിലാക്കിയത്. ഇവിടെ വന്ന് ഞങ്ങളെ ഇറക്കി ഇറങ്ങണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ കിടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കഞ്ഞി വെച്ച് കുടിച്ച് ഇവിടെ കിടന്നു. ലോണ് ഇറക്കാനുള്ള ഒരു മുദ്ര ഇവിടെ താഴിട്ട് കൂട്ടി. പിന്നെ നമുക്ക് കയറാൻ നോക്കൂ. ഞങ്ങൾ ഇവിടെ കിടന്നു. ശാരീരിക അവശതകളേറെയുള്ള ദമ്പതികൾ അന്തിയുറങ്ങിയത് വീട്ടുമുറ്റത്ത്. ഇറക്കി, എനിക്ക് ഇറങ്ങാൻ വയ്യായിരുന്നു. പിടിച്ച് ഇറക്കി. ഞാൻ ഇവിടെ കിടന്നു. ഇങ്ങനെ കിടന്നു. മോന് കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പുറത്തോട്ട് ഈ ഡെസ്ക് അവിടെ 20 നേരം വിളിപ്പിച്ചു. കിടന്നില്ല. എന്നാൽ 10 ദിവസത്തേക്കേ ഉള്ളൂ. അതിന് 6.5 ലക്ഷം രൂപ അടച്ചത് എല്ലാം ഇറക്കി വിടി എല്ലാം പറക്കിക്കൊണ്ട് കൊണ്ടുപോകും. അത് ഞാൻ പോലീസും പട്ടാളം വരാതെ വരുന്നതിന് മുമ്പ് നിങ്ങൾ പറയുന്ന ഹൈക്കോടതി ഓർഡർ ഇട്ടിരിക്കാമെന്ന് പറഞ്ഞു. CA പറഞ്ഞു ഇറങ്ങിയാൽ പറ്റുള്ളൂ. പിന്നെ നമ്മളെ നിയമം പാലിക്കുന്നു പറഞ്ഞു CA. സഹകരണ ബാങ്കിൽ വീട് ഈടുവെച്ച് വായ്പ എടുക്കുന്നവരെ ഒരിക്കലും വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഈ വർഷം ഫെബ്രുവരിയിൽ നിയമസഭയിൽ. മുഖ്യമന്ത്രിയുടെ വാക്കിന് പുല്ലുവില നൽകിയാണ് CPM ഭരിക്കുന്ന തിരുവല്ല ഈസ്റ്റ് കോർപ്പറേറ്റീവ് ബാങ്കിന്റെ നടപടി. CPM ഭരിക്കുന്ന തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണസമിതിയുടെ നടപടിയാണ് നടന്നിട്ടുള്ളത്. ഇവർക്ക് ഒരു മാർഗവുമില്ല. ഇന്നലെ ഇവിടെയാണ് കിടന്ന് ഉറങ്ങിയിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 6 മാസത്തിന് മുമ്പ് ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. ജപ്തി നടപടികളെ തുടർന്ന് കേരളത്തിലെ ഒരു കുടുംബത്തിനും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരികയില്ല എന്നുള്ളത്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും അത് സ്വാഗതം ചെയ്തിട്ടുള്ളതുമാണ്. എന്നിട്ടാണ് ഇങ്ങനെയുള്ള നടപടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2012 2.5 ലക്ഷം രൂപയാണ് വായ്പ എടുത്തത്. നാളിതുവരെ ഇരട്ടിയിലധികം തുക പലിശ ഇനത്തിൽ തിരിച്ചടച്ചു കഴിഞ്ഞു. അവശരായ ദമ്പതികൾ എങ്ങോട്ട് പോകുമെന്നറിയാതെ ആശങ്കയിലാണ് നിലവിൽ. ജനം, പത്തനംതിട്ട.